സന്ധ്യ. സന്ധ്യ നീന്തൽ ആദ്യമായിട്ട് പഠിക്കുന്നതാണോ അല്ല ഇതിനു മുന്നേ പഠിച്ചിട്ടുണ്ടോ? ഇതിനു മുന്നേ പഠിച്ചിട്ടില്ല, ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് കുസൃതി ചോദ്യം ഒന്നുമല്ല, ഒരു അടിപൊളി കുളമാണ്. അടിപൊളി കുളം നിങ്ങൾ കണ്ടില്ലേ? എത്ര ആൾക്കാരെ ഇവിടെ നീന്തം പഠിക്കുന്നതും അതുപോലെ നീന്തുന്നതും. നീന്താനായിട്ട് വരുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെ എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാർ ഇവിടെ നീന്താനായിട്ട് വരും. അങ്ങനെയുള്ള ഒരു അടിപൊളി കുളമാണ്. ഈ കുളം കണ്ടാൽ തന്നെ ഒന്ന് ചാടിപ്പോവും. ഞാനെന്തായാലും തോർത്തും ഒന്നും എടുക്കാത്തതുകൊണ്ട് ഞാൻ ചാടുന്നില്ല. മാത്രമല്ല ഇത്രയും ദൂരം എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഇപ്പം ചാടുന്നില്ല. പിന്നെ ട്രൗസറും ഒന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഇപ്പം ചാടാൻ പറ്റില്ല. പിന്നെ ഈ കുളം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പൂവത്തൂർ അമ്പലക്കുളമാണിത്. പൂവത്തൂര് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ കുളമാണിത്. ഈ ഒരു കുളം കാണുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ ചാടിപ്പോ. ഒരുപാട് കുട്ടികളും അതുപോലെ വലിയ വലിയ ആൾക്കാരൊക്കെ പഠിക്കുന്നുണ്ട് ഇവിടുന്ന് നീന്തം. ഈ കുട്ടികളുടെ എല്ലാം രക്ഷിതാക്കന്മാരും അതുപോലെ കുട്ടികളെ പഠിപ്പിക്കുന്ന വേറെ ഒരു ടീച്ചറും ഉണ്ട്. ഈ സ്വിമ്മിങ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറും ഉണ്ട്. അത് എല്ലാ ദിവസവും 5 മണിക്ക്, വൈകിട്ട് 5 മണിക്കാണ് ഇവിടെ വരുന്നതും പഠിപ്പിക്കുന്നതും. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുമ്പം കൂടാളി പഞ്ചായത്തിലെ കുമ്പം വായനശാലയുടെ കീഴിൽ നിന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോ ഒരു കുട്ടികളും അല്ലെങ്കിൽ വലിയ ആളും ഇങ്ങനെ നീന്തൽ അറിയാതെ മരിക്കാനോ അങ്ങനെയൊന്നും പാടില്ല. കുട്ടികളൊക്കെ ചാടുന്നത് വേണ്ട, അടിപൊളിയായിട്ട്. ഇവരൊക്കെ നല്ല കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളതാണ്. അപ്പൊ ബാക്കിയുള്ളവർ ഇരുന്ന് പഠിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഈ ഏരിയ ആണ് ഈ പഠിക്കാനുള്ള ഏരിയ. ഈ ഏരിയ അവിടെ കാണുന്ന ഏരിയ ആണ് പഠിക്കാനുള്ളത്. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ വന്നിട്ട് സ്വന്തമായിട്ട് പഠിക്കുന്ന ആളുമുണ്ട്, അതുപോലെ തന്നെ പഠിപ്പിക്കുന്ന ആളുമുണ്ട്. അപ്പൊ ഇവരൊക്കെ സ്വന്തമായിട്ട് പഠിക്കുന്നതാണ്. ചെറുതായിട്ട് ചെറിയ കുട്ടികൾ വരെയുണ്ട്, കണ്ടില്ലേ? ഈ കുട്ടികളെല്ലാം ഇപ്പം ട്യൂബ് വെച്ചിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ കുറെ രക്ഷിതാക്കളും കൂടെയുണ്ട്, അവരൊക്കെ ഇങ്ങനെ നീന്തം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ കുളത്തിന്റെ ഭംഗി കാണുമ്പോൾ തന്നെ ചാടാൻ തോന്നിപ്പോവും. ശരിക്ക് ഞാൻ ഗൾഫിലുള്ള സമയത്ത് കൊടും ചൂടിൽ ഞാൻ വിചാരിക്കും നമ്മുടെ പോത്തെല്ലാം വീഴുന്ന ചളി ഉണ്ടല്ലോ, ആ ചളിയിലെങ്കിലും ഒന്ന് പോയി വീഴാ എന്ന് വിചാരിക്കും. അപ്പൊ ഈ അടിപൊളി കുളം കാണുമ്പോൾ, ഈ കുളം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് മുതലേ കാണുന്നതാണ്. അപ്പൊ ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ്. ഈ കുളത്തിൽ വന്ന് ചാടാൻ തോന്നും ഗൾഫിലെ ആ കൊടും ചൂട്ടത്ത്. നിന്ന് പഠിക്കുന്നതാണോ? ഇവരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്, പിന്നെ സ്വന്തമായിട്ട് പഠിക്കുന്നതാണ്. അതുപോലെ തന്നെ ടീച്ചർ 5 മണിക്ക്, ഞാൻ പറഞ്ഞില്ല 5 മണിക്ക് ഒരു ഫീസും ഇല്ലാതെ അവരുടെ സേവനമാണ്. അങ്ങനെയാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പൊ 5 മണിയാകുമ്പോൾ കുറെ കുട്ടികൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. കുട്ടികളും എല്ലായിട്ട് രക്ഷിതാക്കളും അങ്ങനെയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് കുളിക്കാനും എല്ലാം ഇപ്പം വരും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തും ഭയങ്കര പേരുള്ളൊരു അമ്പലക്കുളം തന്നെയാണിത്. കണ്ണൂർ ജില്ലേന്റെ തന്നെ പല ഭാഗത്തുനിന്നും, ഏതെല്ലാം ഭാഗത്തുനിന്നാണെന്നറിയോ ആൾക്കാർ വരിക. അതുപോലെ സാറ്റർഡേ സൺഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ. എത്രമാത്രം ആൾക്കാർ ഇതിൽ നിന്ന് നിറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഈ കുട്ടികൾ അധികം ഇല്ലാത്ത സമയത്താണ് വന്നിരിക്കുന്നത്. എന്തായാലും കുറച്ച് കാഴ്ചകൾ കാണാം. പിന്നെ നമ്മുടെ ചുമ്മനൊക്കെ സുമേഷ്, എനിക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്ന സുമേഷൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നാട്ടിലിപ്പോ ലീവിലായതുകൊണ്ട് സുമേഷിന് ഒന്ന് ഇതാണ് സുമേഷന്. എഴുന്നേക്ക് വെറുതെ ഒരു രസമല്ലേ? ബോഡി കാണുന്നുണ്ടോ സുമേഷേ? എങ്ങനെയുണ്ട് ഇപ്പം ഈ
നീയിപ്പം ഇത്രയും കാലം ഗൾഫില് മസ്കറ്റിലുണ്ടായി, ആ കൊടും ചൂട്ടത്തിന് നമുക്കൊന്ന് ഇതേപോലത്തെ ഒരു തണുത്ത വെള്ളത്തിലൊക്കെ പോയി ചാടാൻ തോന്നാറില്ലേ? തീർച്ചയായും. ആ, അപ്പൊ ഇപ്പം സുമേഷും മക്കളും വീണ്ടും പഠിക്കാൻ വന്നിട്ടുണ്ട്. മോനെ പഠിപ്പിക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ കുമ്പം വായനശാലന്റെ വക കുറെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അതെ അതെ. അപ്പൊ വൈകിട്ട് 5 മണിയാകുമ്പോ വായനശാല ഒരു 10-20 കുട്ടികളുണ്ട്. അവരെല്ലാവരും പഠിക്കും. പിന്നെ വരും, ഒരു 5 മണിയാകുമ്പോൾ വരും. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല്, ഞാൻ ചെറുതായിട്ട് വീഡിയോ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഇവൻ നല്ല സപ്പോർട്ടോടുകൂടി വന്നിട്ട് എന്നോട് പറയാറുണ്ട്, വീഡിയോന് ക്ലാരിറ്റി ഇല്ല എന്നല്ല, സൗണ്ട് ഇല്ലാന്ന്. അപ്പൊ ആ സമയത്ത് മൈക്കൊന്നും ഇല്ലാത്ത സമയത്ത് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സപ്പോർട്ടെല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല എൻ്റെ നല്ലൊരു ഫ്രണ്ട് കൂടിയാണ്. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. വണക്കം. ഹായ്, നമസ്കാരം. നമസ്കാരം. പേരെന്താ? സന്ധ്യ. സന്ധ്യ. നീന്തൽ ആദ്യമായിട്ട് പഠിക്കുന്നതാണോ അല്ല ഇതിനു മുന്നേ പഠിച്ചിട്ടുണ്ടോ? ഇതിനു മുന്നേ പഠിച്ചിട്ടില്ല, ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പൊ ഇപ്പം ഈ അമ്പലക്കുളത്തിൽ വന്നിട്ട് എല്ലാ ദിവസവും വരാറുണ്ട്? മിക്കവാറും വരുന്നുണ്ട്. ഏകദേശം പഠിച്ചല്ലേ? പഠിച്ച് നടുക്കോട്ട് പോകാൻ തുടങ്ങി? നടുക്കോട്ട് പോകാൻ തുടങ്ങിയില്ല, അത്ര ധൈര്യമായില്ല. എന്തായാലും നല്ലൊരു സ്ഥലമുണ്ടല്ലോ ഇവിടെ. അതെ അതെ, സ്വന്തമായിട്ട് പഠിക്കാമെന്നുള്ള സ്ഥലം. ഓക്കെ. കുഴപ്പമില്ല. വീട് എവിടെയാന്ന് പറഞ്ഞു? ചാലോട്. ഇദ്ദേഹം മകളുടെ ഭർത്താവ്. എന്തായാലും പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. എന്റെ ചേട്ടന്റെ ഫ്രണ്ടിന്റെ ഭാര്യയാണ്. നമുക്ക് എന്തായാലും കാണാം. ഓക്കെ. ചുമ്മാ നീന്തുന്നില്ലേ? തുള്ളിക്കോ. അങ്ങനെ
വാവേ പേരെന്താ വാവേൻ്റെ പേര് പറയില്ല. ആ ആയില്ല ആയില്ല. ആ പൂവത്തൂർ അമ്പലത്തിന്റെ നല്ല അടിപൊളി കുളം ഫുള്ളായിട്ട് നമുക്ക് കാണാം. ഇതാണ്. പിന്നെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇതും ഇതേമാതിരി കുട്ടികൾ നീന്തം പഠിക്കുന്ന ഒരു പോർഷനാണ്. ഇതും നീന്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണൂർ ഭാഷയിലാണ് നീന്തം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ കാണുന്ന സ്ഥലത്തുമാണ് നീന്തൽ പഠിക്കുന്നത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയിട്ട് കളിക്കാൻ എളുപ്പമാണ്, എളുപ്പത്തിൽ പഠിക്കുകയും ചെയ്യും. മക്കളെയും കൊണ്ട് അച്ഛൻ പേരൻസ് വന്നിട്ട് നീന്തൽ പഠിപ്പിക്കുന്ന ഒരു നല്ല അടിപൊളി കാഴ്ചയാണ്. പിന്നെ ഈ കുട്ടി മലർന്നു നീന്താൻ ശ്രമിക്കുകയാണ്, പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇത്രയും ഇതായിട്ട് നീന്തുന്നത്. പിന്നെ ഈ ഒരു പോർഷൻ വരുന്നതാണ് കുറച്ച് ആഴത്തിലുള്ളത്. എന്തായാലും കണ്ണൂർ ജില്ലയിലുള്ള അല്ലെ ജില്ലയ്ക്ക് പുറത്ത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ടും ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവരും ഇവിടെ വന്നിട്ട് കുളിക്കുകയും ചെയ്യാം. Yeah.
ആ അപ്പൊ ഞാൻ മാത്രം ഷൈൻ ചെയ്താൽ പോരാ. ഇത്ര സമയം വീഡിയോ എടുത്ത എന്റെ അനിയനാണിത്, പ്രദീപ് നമ്മുടെ കൂട്ടുകാരൻ തന്നെ. അപ്പോ ഭയങ്കര ചമ്മലുണ്ട്, കാരണം ഷർട്ട് ഇട്ടിട്ടില്ലല്ലോ. കുളിക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുക. അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ ഇന്ന്, അല്ലേ? ആ, അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇവരൊക്കെ കുളിച്ച് തളർന്നു കിടക്കുന്നത്, ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല. അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ഒരു ബൈ ബൈ.